ഗുഡ് മോർണിംഗ്. ഇതാണ് റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച. മോർണിംഗ് വൈബ്സ്. ഫോർട്ട് കൊച്ചി കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ ഞാൻ റെഡിയായി കഴിഞ്ഞു. അതായത് രാവിലെ ഒരു 10 മണിക്കൊരു ഫോട്ടോഗ്രാഫർ വരും, ഒരു വീഡിയോഗ്രാഫർ. ഒരു റീലുണ്ട്. ഓക്കെ, ആ റീൽ എടുത്തു കഴിഞ്ഞിട്ട് എന്നിട്ടൊരു 8 മണിയോടുകൂടി റോഡിലേക്ക് ഇറങ്ങും നമ്മുടെ നോർമൽ ഷൂട്ടിംഗ് ഡേ ആയിട്ട്. അപ്പോൾ അതാണ് വിശേഷം. ഓക്കെ, റൂമിൽ നിന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതിങ്ങനെ നേരം വെളുത്ത് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. 6:45 സമയം. 7 മണിയൊന്നും ആയിട്ടില്ല. ഒരു 15 മിനിറ്റിനകത്ത് ആൾ വരും. ഞാൻ 4:30 എഴുന്നേറ്റാണ് അലാറം വെച്ചിട്ട് കറക്റ്റായിട്ട്. പിന്നെ ഇത്ര സമയം എടുത്തു. കുറേ നേരം പാർവതി എന്നെ വിളിച്ചിരുന്നു രാവിലെ. അവിടുത്തെ 11:30 ആയിരുന്നു. കുറേ നേരം സംസാരിച്ചു. 1 മണിക്കൂർ. അത് കഴിഞ്ഞിട്ട് റെഡിയായി. ഇതാ ഈ ഒരു കോലത്തിലെത്തിയിട്ടുണ്ട്. കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ രാവിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ നമ്മൾ ഗുജറാത്തി റോഡിൽ വന്ന് നിൽക്കുകയാണ്, മട്ടാഞ്ചേരിയിലെ. അതായത് ഈ ഭാഗത്തൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അത് ഈ ഇപ്പുറത്തെ സൈഡിൽ തൊട്ട് പിന്നിലായിട്ട് വളരെ അടുത്താണ് ജെയിൻ ടെമ്പിൾ. അപ്പോൾ അതിനവിടെ ഒരു എന്താ പറയുക, ഒരു 2-3 ബിൽഡിങ്ങിനപ്പുറം അവിടെ നിന്ന് നടന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു സ്വീറ്റ് ഷോപ്പുണ്ട്. ഗുജറാത്തി സ്വീറ്റ്സ് ആൻഡ് സേവറീസിൻ്റെ സ്പെഷ്യലിസ്റ്റുകളാണ് ചമൻലാൽ. ഓക്കെ, അങ്ങോട്ട് പോവാം. ചമൻലാൽ മിഠായി വാല സ്വീറ്റ് മേക്കേഴ്സ് ഫോർ ജനറേഷൻസ് ആണ്. 1974 ഓൺവേർഡ്സ് ഉള്ള കടയാണ്. അപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടാണ് വന്നത്. കുറച്ച് വെയിറ്റ് ചെയ്യിച്ചു. ആൾക്കാരെ കുറച്ചൊരു പണി ഉണ്ടായിരുന്നല്ലോ അവിടെ, അത് കാരണം. ഇതാണ് ഓണർ, അച്ഛൻ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് മഹേഷ് ചമൻലാൽ. ഓക്കെ, അദ്ദേഹം ഇവിടെ ഉണ്ട്. മഹേഷ് ചമൻലാൽ. ഇത് മകനാണ് സന്ദീപ് മഹേഷ് ബജാനിയ. ഓക്കെ, സർനെയിം. ഓക്കെ. അപ്പോൾ ഇപ്പോൾ രാവിലെ തന്നെ നല്ല ഹോട്ടായിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. സൺഡേ സ്പെഷ്യലാണ് അല്ലേ? ജിലേബി, പഞ്ചാബി, പിന്നെ ഡോക്ല. 3 കാര്യങ്ങൾ രാവിലെ ചൂടായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. സൺഡേ മാത്രമേ ഉണ്ടാവുള്ളൂ ഇത്. ബാക്കി ദിവസമൊന്നും ഇതുണ്ടാവില്ല. ഓക്കെ. ഓ, ഇന്ന് സെർവ് ചെയ്യുന്നതാണല്ലേ ഗുജറാത്തി ബ്രേക്ക്ഫാസ്റ്റ്. ഗാട്ടിയാസ് പലതരം. ഓക്കെ. പാപ്പടി ഗാട്ടിയ എന്ന് പറയുന്നത്. പാപ്പടി ഗാട്ടി. സെക്കൻഡ് ബട്ടർ ഗാട്ടിയ. ഭാവനഗരി ഗാട്ടിയ. ഓക്കെ. ഫ്ലവർ ഗാട്ടിയ. സേവ്. ചില്ലി സേവ്. ഓക്കെ. പിന്നെ ഇതാണ് നമ്മുടെ ഗുജറാത്തി ഹാജിലി എന്ന് പറയും. ഹാജിലി. ഓക്കെ. ഇത് സ്വീറ്റ് ഉണ്ടാവില്ല, സോൾട്ട് ഉണ്ടാവില്ല. ഓ, പ്ലെയിൻ. ഓക്കെ. അപ്പോൾ അത് അങ്ങനെ തന്നെ കഴിക്കുന്നേ. ഓക്കെ, ചായയുടെ കൂടെ ഒക്കെ കഴിക്കുമായിരിക്കും അല്ലേ? ഇത് വണില ഗാട്ടിയ എന്ന് പറയും. ഇതിൽ ബ്ലാക്ക് പെപ്പർ എല്ലാം ചേർത്ത് വരുന്ന പിന്നെ മിക്സ്ചർ, പല ടൈപ്പ് ഓഫ് കോൺഫ്ലിക്സ്, സ്വീറ്റ് മിക്സ്ചർ. പിന്നെ കേരള മിക്സ്ചർ. ഓക്കെ. പിന്നെ ഇതാകുമ്പോൾ പിന്നെ നമ്മുടെ മെയിൻ സാധനമാണ് ഇത് വെറ്റില ബജ്ജി എന്ന് പറയും. വെറ്റില പക്കോട. വെറ്റില ഇത്. ഓ, അത് വെച്ചിട്ട് ചെയ്യുന്നതാണോ ബജ്ജി? അതായത് നമ്മുടെ വെച്ചിട്ട്. അതുപോലെ ഇരിക്കും അല്ലേ? ഓക്കെ. വെറ്റില ബജ്ജി ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ. ഗുജറാത്തി സ്പെഷ്യലാണ് അല്ലേ? ആ, നിങ്ങളുടെ നാട്ടിൽ ഗുജറാത്തിലൊക്കെ ഉണ്ടാവും അല്ലേ? കോമൺ ആണോ അത്? ഓ, ഓക്കെ. വെറ്റില ബജ്ജി. അകത്ത് വെറ്റിലയാണ്, പാലക്കൊക്കെ വെച്ച് ചെയ്യുന്ന പോലെ. ഓക്കെ. വെറ്റില കാണാൻ പറ്റുന്നത്. വെറ്റില ബജ്ജി. ഇത് അഗൈൻ ഒരു ഡിഫറെൻറ്റ്. ഓ, നൈസ്. ചീത്താവുണ്ട് ഇരിക്കും അല്ലേ? ഇന്ന് തന്നെ കഴിക്കണമെന്നും അങ്ങനെ അടിപൊളി. ഇത് എത്ര കേടാവാണ്ടിരിക്കും. എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ കൊടുത്തു വിടാം അല്ലേ? അടിപൊളി. അടുക്കളയിലും കൂടി ഒരു ചെറിയൊരു എത്തിനോട്ടം. ഇവിടെ രാവിലെ കിച്ചണിൽ കാര്യങ്ങളൊക്കെ ദ്രുതഗതിയിൽ നടക്കുന്നതിനിടയ്ക്കാണ് ഞാൻ എൻ്റെ എൻട്രി. ഓ, സമോസയുടെ. ഇതാണ് പഞ്ചാബി സ്റ്റൈൽ സമോസ. മൈദ, ഓമമുണ്ട് തോന്നുന്നു അല്ലേ? ഓയിൽ എല്ലാം കൂടി ചേർത്ത് കുഴച്ചിട്ട് ചപ്പാത്തിക്ക് ഡോ ചെയ്യണ പോലെ പരത്തിയിട്ട് ഇങ്ങനെ ഒരു ഹാഫ് ക്രസൻ്റായിട്ട് മുറിക്കും. എന്നിട്ട് പാകത്തെയാണ്. അതെ, ഇങ്ങനെ എടുക്കുന്നു. കുറച്ച് വെള്ളം അവർ ഇങ്ങനെ ചെയ്യണം. അതെ, സോഫ്റ്റ് ഇത് ഒട്ടാനായിട്ട്. ഓക്കെ. ഇതിവിടുത്തെ സൺഡേ സ്പെഷ്യലാണ് പഞ്ചാബി സമോസ. ഓക്കെ.
നല്ല നീറ്റാ കറക്റ്റ് അവർക്കിങ്ങനെ ചെയ്ത് നല്ല ശീലമല്ലേ അതാണ് ആ ഷേപ്പിൽ തന്നെ വരണം. കറക്റ്റ് ഷേപ്പിൽ വരും. ആ പേയ്മെന്റ് പോ ഡോക്ലയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അല്ലേ? ഓക്കെ. പപ്പായ ചട്നി പറഞ്ഞൊരു സംഭവമാണ്. ഇത് ഞാൻ കഴിക്കുമ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ്. ഇത് രാവിലെ ഉണ്ടാവും. ഇത് എല്ലാ ദിവസവും ഉണ്ടാവും? ഒള്ളി ഓൺ സൺഡേസ്. ഓക്കെ. സൺഡേ ബ്രേക്ക്ഫാസ്റ്റാണ് ഇവിടുത്തെ വലിയ കോമ്പിനേഷൻ സ്പെഷ്യൽ. അതനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി കുറച്ച് ജിലേബി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണാൻ വേണ്ടി കയറി. ഓക്കെ, അടുത്ത കാര്യം കാണാം. എന്നെ പറയുന്നല്ലേ, ജാങ്കറി പറയുന്നത് നമ്മുടെ ഇവിടെ ജിലേബി എന്ന് പറയുന്നത്. ഉഴുന്ന് മാവ്. ഓക്കെ, ദിസ് ഈസ് ജിലേബീസ്. ഇത് മൈദ മാവ് തലേദിവസം കലക്കി വെച്ചിട്ട് പുളിപ്പിച്ചിട്ടാണ് രാവിലെ ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊരു കുടത്തിൻ്റെ ഷേപ്പിൽ ഇതിൻ്റെ അടിഭാഗത്തൊരു ഹോൾ ഉണ്ടാവും. അതിങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക ഫിംഗേഴ്സും കൊണ്ട്. ഇതാണ് ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് വരിക? മൈദ വരും, കുറച്ച് കടലപ്പൊടി വരും. ഓക്കെ, കടലമാവ് അല്ലേ? പിന്നെ പുളിപ്പിക്കാനായിട്ട് തലേദിവസം കലക്കി വെക്കുന്നു. ഇത് ഓയിൽ തന്നെയല്ലേ ചെയ്യുന്നത്? വേണമെന്നുണ്ടെങ്കിൽ ഗീലും ചെയ്യാം. യെസ്, അപ്പോൾ കൂടുതൽ സ്വാദാകും. എണ്ണയുടെ ചൂടൊരു കറക്റ്റ് പാകമുണ്ട് അല്ലേ? ഇത് പൊങ്ങി മേളി വരുന്ന ആ ഒരു. ഓക്കെ. പിന്നെ ഈ പാത്രത്തിൻ്റെ വട്ടം ഇതുപോലത്തെ ആയിരിക്കണം അല്ലേ? എന്നാലല്ലേ അത് ശരിയാവുള്ളൂ. യെസ്, ജിലേബിയുടെ അതാണ്. അങ്ങനെ, അതായത് ഫ്ലാറ്റ് ആയിരിക്കും അതിൻ്റെ അടിഭാഗം, കുഴി ഉണ്ടാവില്ല. അപ്പോൾ ഏകദേശം 50 വർഷം പഴക്കമുണ്ടല്ലേ ഈ ഷോപ്പ്? ഓ, കുഞ്ഞു ജിലേബീസാണ്. മിനി ജിലേബി. യെസ്. അതിങ്ങനെ കറക്റ്റ് പുള്ളി വരുന്നു. ഓക്കെ, സോ നൈസ്. അതിങ്ങനെ പുളിപ്പിക്കുന്നതുകൊണ്ടാണല്ലേ നല്ലതായിട്ട് ഇങ്ങനെ പഫപ്പ് ചെയ്യുന്നേ? ആ. പുള്ളി വരുന്നത് കണ്ടോ, ഗും പറഞ്ഞിട്ട്. കുറച്ച് ക്രിസ്പി ആകും അല്ലേ? കുറച്ചൊരു കരുകരുപ്പായിട്ടാണ് ഇത് എടുക്കേണ്ടത്. സ്പ്ലിറ്റ് ചെയ്യിക്കുക എല്ലാം ഇങ്ങനെ റൗണ്ട്. ഇനി തിരിച്ച് ഇടേണ്ട സമയമാകുമ്പോൾ ഇതൊരു കളറ് ആ ഷുഗർ സിറപ്പിൽ ഇടുമ്പോഴാണ് വരുന്നത് അല്ലേ? കുറച്ച് കളർഡ് സിറപ്പായിരിക്കും. ഇത് നല്ല കറക്റ്റ് ക്രിസ്പി ആയിട്ട് എടുത്ത് കഴിഞ്ഞിട്ട് നേരെ ഷുഗർ സിറപ്പിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ആ ഷുഗർ സിറപ്പിൽ ഇച്ചിരി ഒരു കേസർ കളർ ഉണ്ടാവും അല്ലേ? യെസ്. അപ്പോൾ സ്ട്രെയിറ്റ് അവേ ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്തെടുക്കും. നല്ലതായിട്ട് ഷുഗർ സിറപ്പ് ഉള്ളിലേക്ക് കയറുന്നുണ്ടോ? ഷുഗർ സിറപ്പിന് ചൂട് വേണമെന്ന് നിർബന്ധമുണ്ടോ? ഉണ്ട്. അപ്പോൾ ഇത് ചെറിയ ചൂടുള്ള ഷുഗർ സിറപ്പാണ്. ഇതിൻ്റെ പ്രൊപ്പോർഷൻ ഒന്ന് പറയാമോ? എത്ര ഒരു മൈദയ്ക്ക്, 1 കിലോ മൈദയ്ക്ക് എത്ര കടലമാവ് ചേർക്കും? അത് ഒരു 50-100 അത്രേ ഉള്ളൂ, വളരെ കുറച്ച്. ഇതിപ്പോൾ എത്ര മാവാണ് കലക്കി വെച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് കലക്കുമ്പോൾ എത്ര കിലോയ്ക്ക് കലക്കും? നോക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് എവറി സൺഡേ 3 അതിലെത്ര കടലമാവ് ചേർക്കും? അതിൽ നമ്മൾ ചേർക്കുന്നത് ഒരു കൂടി വന്ന ഒരു 150 grams. അത്രേ ഉള്ളൂ, വെരി ലിറ്റിൽ അല്ലേ? അങ്ങനെ ഹോട്ട് ജിലേബി ഈസ് റെഡി. രാവിലെ തന്നെ ആൾക്കാർ വരുമല്ലേ മേടിക്കാൻ? ഇത് ഡോക്ല. ഇതും രാവിലെ തന്നെ പ്രിപ്പയർ ആവും. അധികം നിൽക്കില്ല. കൂടി വന്ന ഒരു ഈവനിങ് മുമ്പ് അത് തീർക്കണം. ഗാട്ടിയാസ്. ഇത് പപ്പായ ചട്നി, ഹോട്ട് ജിലേബി. അപ്പോൾ ഒരു മധുരം അതെല്ലാം കൂടി ഒരു കോംബോ ആയിട്ടാണ് കഴിക്കുന്നത്. ഇതിങ്ങനെ എടുക്കുക, കുറച്ച് പപ്പായ ചട്നി വെക്കുന്നു. ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ഒരു ഐഡിയ വെച്ച് പോവാണ് പുള്ളി പറഞ്ഞതനുസരിച്ചിട്ട്. ആൻഡ് ജിലേബി. ഓ, സ്വീറ്റ്. ഈ ഗുജറാത്തി വിഭവങ്ങളെല്ലാം തന്നെ ഒരു മധുരവും എരിവും പുളിയും എല്ലാം കൂടി കോംബോ ആണ്. അടിപൊളിയാണല്ലോ. ഇതിലെന്തൊക്കെയാണ് വരിക? പാപ്പട. ഓ, ഗുജറാത്തി പാപ്പട. ഇതെന്താ കോംബോ? എന്താണ് ഇത് കോംബോ പറഞ്ഞു കഴിഞ്ഞാൽ? ഇത് കടലപ്പൊടി, ആയ്മോദകം എല്ലാം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് എങ്ങനെ കഴിക്കാം? വെറുതെ കഴിക്കാൻ മതിയോ? ഇതിൻ്റെ കൂടെ പോ. ഓക്കെ, ഗാറ്റിയുടെ കൂടെ. അപ്പോൾ ഈ ഇതുണ്ടല്ലോ പപ്പായ ചട്നി എന്ന് പറഞ്ഞാൽ, അത് എങ്ങനെയാണ് ഉണ്ടാക്കുക? അതിനകത്ത് പൊടിഞ്ഞ് കിടക്കുന്നതൊക്കെ കടലപ്പരിപ്പ് അങ്ങനെ എന്തെങ്കിലും ആണോ? ഇത് ഡോക്ല തന്നെയാണ്. ഡോക്ല. ഓക്കെ. ഓ, ഡോക്ലയുടെ പ്രശ്നം. പാപ്പടും ഇതുപോലെ തന്നെ കഴിക്കാം.
with the papaya chutney and jalebi. എരിവ് കുറവാണ് അല്ലേ? മധുരവും ഒരു സ്വീറ്റ് ആൻഡ് സേവറി കൂടുതലായിരിക്കും. മധുരത്തിൻ്റെ ഒരു ശരിയാ. വെരി നൈസ്. ഇനി ഡോക്ല പൊടിച്ചിട്ടാണ് മറ്റേ പപ്പായ ചട്നിയിൽ ചേർത്തിരിക്കുന്നത്. ഓ വെരി സോഫ്റ്റ് ഡോക്ല. ഓക്കെ, എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇതിലും ഒരു സ്വീറ്റ്നെസ് ഉണ്ടാവുമല്ലോ. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഇത് നമ്മുടെ സമൂസ, അതിനൊപ്പം മിൻറ്റ് ചട്നി. ഓക്കെ, അത് ഗുജറാത്തി സമൂസ. മിൻറ്റ് ചട്നി വരും. പിന്നെ സ്വീറ്റ് ചട്നി വേണമെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻ വരും. അത് ഡേറ്റ്സ് ആണോ? സ്വീറ്റ് ചട്നി അതും കൂടെ എടുക്കാം. എല്ലാത്തിലും ഒരു സ്വീറ്റ് സേവറി ഫ്ലേവറാണ് ഗുജറാത്തി വിഭവങ്ങൾക്കെല്ലാം. ഇതേ നോക്കിയാൽ അടിപൊളി നല്ല ചൂട് സമോസാസ്. ഓ മൈ ഗോഡ്. ആ പൊട്ടറ്റോ ഫില്ലിങ്, ആ സ്വീറ്റ് ആൻഡ് സേവറി ചട്നീസ്, അടിപൊളി. വെരി നൈസ്. ചൂടായിട്ട് കിട്ടുന്നു. രാവിലെ സൺഡേ ഇവിടെ വന്നാൽ രാവിലെ എത്ര മണി തൊട്ടുണ്ടാവും ഇത്? 8 മണിക്ക് വന്നാൽ ഇതെല്ലാം കഴിക്കാം. ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമില്ല, ഇതുപോലെ നിന്ന് കഴിച്ചാൽ മതി. അല്ലെങ്കിൽ പാഴ്സൽ ചെയ്യണം. പക്ഷെ എന്നാലും ചൂടായിട്ട് കച്ചോരി ഇതിൽ സ്വീറ്റും എല്ലാം ചേർത്ത് കച്ചോരി, മസാല പരിപ്പ് മസാല, കച്ചോരി. എന്തേ ഇതിലൊരു മധുരവും എരിവും എല്ലാം വരും. കച്ചോരി ഇപ്പോൾ ഗുജറാത്തിൽ പോകണ്ട, ഇവിടെ വന്നാൽ മതി. അത് ഒത്തൻറ്റിക് ഗുജറാത്തി ഐറ്റംസ് കഴിക്കാം. ഇത് ജെയിൻ ടെമ്പിളിൻ്റെ അടുത്താണ്. ആ സെയിം സ്ട്രീറ്റിലാണ് ഗുജറാത്തി സ്ട്രീറ്റ്, മട്ടാഞ്ചേരി, ചമൻലാൽ എച്ച് മിഠായി വാല. 50 വർഷം പഴക്കം. അപ്പോൾ സൺഡേസാണ് ഈ സ്പെഷ്യലെല്ലാം കിട്ടുന്നത്. ഓക്കെ, അത് ഓർമ്മിക്കാം. ഞാൻ എൻ്റെ കുശാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഓക്കെ, താങ്ക് യു. വളരെ ഗംഭീരമായിരിക്കുന്നു. അടിപൊളി ജിലേബി. എൻ്റെ അമ്മീ എല്ലാം കൊള്ളാം. സമോസ ഹോട്ട് ജിലേബി. ഒരു 1/4 കിലോ ജിലേബി പൊതിഞ്ഞ് മേടിച്ചിട്ടുമുണ്ട്. കണ്ടല്ലോ, ചമൻലാൽ മിഠായി വാല. അത്രയും നല്ല, വെരി ടേസ്റ്റി. സൺഡേ വരാൻ ശ്രമിക്കുക കേട്ടോ, എന്നാലേ ഇതൊക്കെ ലൈവ് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ചാട്ട്സും ഭയങ്കര രസമാണ്. ഡോക്ലയൊക്കെ ഹോട്ട്. ഇതപ്പോൾ എല്ലാം ഗുജറാത്തീസാണ് അവിടെ നിന്ന് കൈയെല്ലാം കാണിക്കുന്നത്. വാ, നല്ല ഫ്രണ്ട്ലി ആട്ടോ ആർക്ക്. ഓക്കെ, അപ്പം നമ്മുടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ ഭാഗത്തേക്ക് നടക്കാം. വീണ്ടും ചീനവലകളുടെ ഭാഗത്തേക്ക് എത്തിയിരിക്കുവാണ്. ഇത് മോർണിംഗ് വൈബ്സ് എന്ന് പറഞ്ഞ ഇതാണ്. ഫോർട്ട് കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കാണുക. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞല്ലോ, ഗുജറാത്തി ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കുറച്ച് നേരം ഇതും കൂടി കണ്ടേച്ച് പോകാൻ വിചാരിച്ചു. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതെ, മീനിനെ കിട്ടുന്നുണ്ട് കേട്ടോ. പിടിച്ചതാ, കൊള്ളാലോ. ലൈവ് ഫിഷിംഗ് ആണല്ലോ സംഗതി. ഇതിൽ കിട്ടിയതാണോ? ചൈനീസ് നെറ്റിൽ? ഓ, പടയ്ക്കുന്നു. ആണോ? മനസ്സിലാവില്ലല്ലോ. ഇപ്പോഴത്തെ ബംഗാളിക്കൊക്കെ മലയാളം അറിയാമോ? തിരുത. ആഹാ, ആണോ? കണ്ടായിരുന്നു അവിടെ നിന്ന് കൊണ്ടുവരുന്നത് തിരുത. ഇത് കാണാമ്പല്ലേ ഈ കിടന്ന് ചാടുന്നത് ഈ സൈഡിൽ? ഓ, ഇത് നല്ലതാണോ? ഇത്
എന്താ പറയുന്നത്? നച്ചക്കയോ? എന്താ ടേസ്റ്റ് അത്? ആവൂലി പോലെയാണോ? അല്ല, ഇതേ പിടിച്ച് കൊണ്ടുവരുന്നതിൻ്റെ കിടന്ന് ഓടുന്നത്. ഇപ്പം ജീവനോടെ വന്നതേ ഉള്ളൂ. ആ നെറ്റിൽ കിട്ടിയതാ. ഇവിടെ നിന്ന് ഇങ്ങനെ പിടിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണെന്നാണ് പറയുന്നത്. നച്ചിക്ക എന്ന് പറഞ്ഞ മീനാണിത്. ഈ പുള്ളി മീൻ, ടൈഗർ ഫിഷ് പോലെ. നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ, നല്ല സൗന്ദര്യ. മുള്ളുണ്ട് അല്ലേ? ഓ, ഇതിൻ്റെ മുള്ളു കൊണ്ടാ തീർന്നു എന്നാണ് പറയുന്നത്. പഴക്കം കൊച്ചിക്കാർക്ക് ഇവിടെ വന്നാലുള്ള സ്പെഷ്യലാണ് ഈ നച്ചിക്ക. ഇത് ഈ കായലിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് ഇവർ പാലുകറി വെക്കുന്ന പറഞ്ഞ, ഫ്രൈ ചെയ്തിട്ട്. ഇല്ല, അല്ല, അതെവിടെ സ്ഥലം? കുട്ടനാടൊന്നും ഇല്ല. ഞാനിത് വേറെ എവിടെയും കണ്ടിട്ടില്ല. അഷ്ടമുടിയിലുണ്ടല്ലേ? കൊല്ലത്ത് കിട്ടുമോ നച്ചിക്ക? ആണോ? കാര്യമായിട്ട് മീൻ പിടുത്തം. അതിനകത്ത് കുറേ കൊക്ക് കയറിയിട്ടുണ്ട് മീനിനെ കഴിക്കാനായിട്ട്. കിട്ടുന്ന മീനിനെ അത് പൊക്കിക്കൊണ്ട് പോകും ചിലപ്പോൾ. അപ്പോൾ ഇതാണ് രാവിലത്തെ കാഴ്ചകൾ. അപ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള മത്സ്യം വാങ്ങാം. ഇതിപ്പോൾ നമ്മൾ മെട്രോ വരുന്ന ആ ഭാഗത്ത് തന്നെ നിൽക്കുന്നത്. മെട്രോയിൽ നമ്മൾ വാട്ടർ മെട്രോയിൽ വരികയാണെങ്കിൽ നേരെ ഇവിടെ ഇറങ്ങാം. സ്റ്റേഷനിൽ ജസ്റ്റ് 2 കാലെടുത്ത് വെച്ചാൽ മതി. ഈ ഭാഗത്തൊക്കെ വന്ന് ഇതെല്ലാം കാണാം. എനിക്ക് ഫ്രഷായിട്ട് മീനൊക്കെ മേടിച്ചിട്ടും പോകാം. അപ്പോൾ ഞാനിനി കുറച്ച് ബാക്കി ജോലിയുണ്ട്, അങ്ങോട്ട് പോകാം. ഓക്കെ, കാണാം. ശരി. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗ്ഗത്തിന്റെയും ഭൂമിയിലെയും ദൃശ്യവും അദൃശ്യവുമായ നാട്ടിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട്. പള്ളിയിലെ പ്രാർത്ഥന നടക്കുന്ന സമയമാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. ഫോർട്ട് കൊച്ചി പരിസരത്ത് വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതിലൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഡോബീസിൻ്റെ ഒരു ഏരിയ ഉണ്ട്. അതായത് അലക്കുന്ന സ്ഥലം, ക്ലോത്ത്സ് അലക്കി നന്നായിട്ട് തേച്ചൊക്കെ കൊടുക്കുന്നത്, അതൊരു ഏരിയ തന്നെയുണ്ട്. പണ്ട് ഇതൊരു വലിയൊരു ഇൻഡസ്ട്രി തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ ഒരു ഡോബി ഏരിയ. ഇപ്പോൾ അത്രയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ വരുന്ന ഫോറിനേഴ്സ്, ടൂറിസ്റ്റുകളെല്ലാവരും വന്ന് കണ്ടിട്ട് പോകും. അതൊരു കാഴ്ചയാണ്, അവർക്കൊന്നും കാണാൻ കിട്ടാത്തൊരു കാഴ്ചയാണല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കാണാം. ഞാനും അത് കണ്ടിട്ടില്ല, ഇവിടുത്തെ ആ ഒരു ഏരിയ. ഡോബി ഖന്ന, ഇതൊരു വണ്ണാർ സംഘം. ഓക്കെ, ഇതിനകത്താണ്. ഇതൊരു ഏരിയയാണ്. അപ്പം നമ്മൾ കാണാത്ത കാഴ്ചകളല്ലേ ഇത്. ഈ കേരളത്തിൽ ജീവിച്ചിട്ട് എത്രയോ പ്രാവശ്യം ഞാൻ ഈ കൊച്ചിയിലൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതാണ് കാഴ്ചകൾ. അകത്തേക്ക് കയറുമ്പോൾ കാണാം അതിൻ്റെ ഓരോ സ്റ്റേജസ് ഓഫ് ഡോബി, എങ്ങനെയാണ് വാഷിങ്, അത് അലക്കുന്നത്, പിന്നെ തേക്കുന്നത്, എല്ലാ സ്റ്റേജും കാണാം. എത്ര വർഷമായിട്ടുണ്ടോ? ബ്രിട്ടീഷുകാരുടെ കാലത്ത് വന്നതാണ് അല്ലേ ഇങ്ങനെ ആ കാലം, അപ്പൂപ്പന്മാരല്ല. അത് ബ്രിട്ടീഷ് പീരീഡ് തൊട്ടുള്ളൊരു സംഭവമാണ് ഇങ്ങനെ അലക്കുന്നതിൻ്റെ ഒരു ഏരിയ അല്ലേ. ഡോബീസ് വാഷിംഗ് ആണ്, എല്ലാം കൈകൊണ്ട്. വാഷിംഗ് ഷെഡ് ഉണ്ട്, അവിടെ അലക്കിയിട്ട് ഉണക്കി അല്ല വിരിക്കുന്ന പുറത്തുകൊണ്ട് ഉണക്കും. മഴ സമയമാണെങ്കിൽ നമ്മൾ അലക്കിയിട്ട് ഇവിടെ ഹൈഡ്രോ ഉണ്ട്, അത് അകത്ത് തൂക്കും. അതിനാണ് ഈ കയറൊക്കെ ഇട്ടിരിക്കുന്നത്. ഓക്കെ,
അത് പിന്നെ ഇപ്പൊ നല്ല വെയിലായതുകൊണ്ട് പുറത്താണ് ഉണക്കുന്നത്. വെയിലുള്ളതുകൊണ്ട് പിന്നെ ഇസ്ത്രി ഇടും. ഇത് പണ്ടത്തെ ഇത് ഇലക്ട്രിക് റൂമിലുണ്ട്. അത് പണ്ടാണെങ്കിൽ മറ്റേ ചിരട്ട ഇട്ടിട്ടുള്ള നീട്ടിയിട്ട് നമ്മൾ പോയി മേടിക്കും. എറണാകുളത്ത് കിട്ടും ഒരു കുറ്റിക്ക്. ഇപ്പൊ അന്നൊക്കെ കാശുണ്ടായാലും ഇപ്പൊ ഒരു കുറ്റിക്ക് 400 രൂപ. നല്ല വിലയാണ്. ഇപ്പൊ ഇതാണ് ലാഭം അല്ലേ? ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഇലക്ട്രിക് ആണ്, കുഴപ്പമില്ല. പഴയ രീതിയാണ്. പക്ഷെ അത് അന്നത്തെ അത്രയും ഇതില്ല അല്ലേ? ഇപ്പൊ കുറഞ്ഞു അല്ലേ? ഞാനിപ്പോ ഈയിടക്കാണ് ഈ പെട്ടി പോയിക്കാം. എന്റെ അമ്മ ഉണ്ടായിരുന്നു. അമ്മ ഇപ്പൊ കഴിഞ്ഞ ഒരു 2 മാസമായി. അപ്പുറത്ത് വീണ് എല്ലോടിഞ്ഞ് 86 വയസ്സുണ്ട്. അമ്മയാണ് തേച്ചോണ്ടിരുന്നത്. ലേഡീസും ഉണ്ടല്ലേ ഇവിടെ തേക്കാനൊക്കെ? അമ്മയാണ് തേച്ചോണ്ടിരുന്നത്. ഞാനും വല്ല ഈ അലക്കിയിട്ടൊക്കെ പോകും. പിന്നെ വന്നിട്ട് ഇടയ്ക്ക് അമ്മ ചാവടിക്കുന്ന സമയത്ത് തേക്കും. പിന്നെ എനിക്ക് കോർപ്പറേഷനിൽ പണിയുണ്ട്. മരുന്നടിക്കാനും. അപ്പൊ ഇത് സൈഡായിട്ടാണ്. അത് ടെമ്പററി ആയിരുന്നു അല്ലേ? 6 മാസത്തേക്ക്. അപ്പൊ ഇപ്പൊ കഴിഞ്ഞിടക്ക് ഇറക്കിയിട്ട് ഇപ്പൊ മിഞ്ഞാന്ന് വിളിച്ച് കേട്ടിട്ടുണ്ട്. അങ്ങനെ 10 ദിവസമൊക്കെ അവിടെ ഇവിടെ ആയിട്ട് നിന്ന് ചെയ്യണം അല്ലേ? അപ്പൊ 2 കാര്യം നടക്കണം. ഇതാണ് മെയിൻ തൊഴില്, കൊലത്തൊഴിൽ എന്ന് പറയുന്നത്. ഓക്കെ നന്നായിട്ട് അപ്പുറം നോക്കാം. അത് നോക്കാം ഇവിടെയൊക്കെ. ഓക്കെ താങ്ക് യു. ഇത് നോക്കിയേ, അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തൊട്ടുള്ളൊരു രീതിയാണിത്. ഇങ്ങനൊരു ഡോബി ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെയാണ് അലക്കുന്ന ഏരിയ, വാഷിംഗ് ഷെഡ്. ദിസ് ഇസ് വാഷിംഗ് ഷെഡ് ഏരിയ. ഇത് കഴിഞ്ഞിട്ട് ഉണക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇത് സ്റ്റാർച്ചിങ് ഏരിയ. ഓക്കെ, ഇവിടെ മനസ്സിലായി. ഇത് കഞ്ഞിവെള്ളം അല്ല, മൈദ കുറുക്കിയതാണോ? പിന്നെ ഓ ടാപ്പിയോക്ക. ഓക്കെ, അത് ശരി. മനസ്സിലായി. മരിച്ചീനിയുടെ പിന്നെ കലക്കിയെടുത്തത് അല്ലേ? തലേദിവസം നമ്മൾ വെള്ളത്തിൽ വെച്ചിട്ട് മിക്സിയിൽ അടിച്ചിട്ട് വേവിച്ചെടുക്കും. ഏതിനാ വെള്ളത്തിൽ കുത്തിക്കാൻ വെക്കും? മറ്റേ ചൗരീനെയാ? എൻ്റെ ഉദ്ദേശം മനസ്സിലായി. നമ്മളിപ്പോൾ 1 കിലോ, ഇതിപ്പോൾ 1 കിലോ ആണ്. ചൗരി കുതിർത്തിട്ട് തലേദിവസം കുതിർത്ത് പിന്നെ അരച്ചെടുത്തിട്ട് നമ്മൾ വേവിച്ചെടുക്കും. മീൻസ് ഇതെന്താ പറയുക, 1 കിലോ ആണ് ഈ സാധനം. ഓക്കെ, നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ട് മിക്സിയിൽ അടിച്ചില്ലെങ്കിൽ ഇതിന്റെ പകുതി നമുക്ക് ഉപയോഗിക്കാം കിട്ടുള്ളൂ. പകുതി ഇതാകുമ്പോൾ ഇതുണ്ടാവും, നന്നായിട്ട് കിട്ടും. കുറച്ച് പിന്നെ അരിച്ചെടുക്കും. എന്നിട്ട് ഇതിന് പത്തി എന്ന് പറയും. ഓക്കെ, ഈ തുണിക്കോ? തുണിയിലൂടെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കും. നന്നായിട്ട് വേസ്റ്റായി പോകില്ല, ഫുള്ള് കിട്ടും. പക്ഷെ ഒരു തരി പോലും ഇല്ലാണ്ട് കിട്ടും. ഇത് വെച്ചിട്ടാണ് ഇനി ഇതിൽ വെള്ളം ചേർക്കുമോ? കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് മീൻസ് നമുക്കിപ്പോൾ അധികം പശ വേണ്ടെങ്കിൽ കുറച്ച് അങ്ങനെ ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഏത് ടൈപ്പ് പശ വേണം അതിനനുസരിച്ചിട്ട്. ഓക്കെ, ഓരോരുത്തരും അവരവരുടേതായ ജോലിയാണ്. കുറേ ആൾക്കാർ അലക്കുന്നവരുണ്ട്, കുറേ ആൾക്കാർ തേക്കുന്നവരുണ്ട്. അപ്പോൾ കുറച്ച് പേരിങ്ങനെ കഞ്ഞി മുക്കാനുള്ള കാര്യങ്ങൾ. ഈ പശ എന്ന് പറയുന്നത് ചൗരി എന്ന് പറഞ്ഞാൽ ടാപ്പിയോക്ക പേൾസ് ആണല്ലോ. ചൗരി തലേദിവസം വെള്ളത്തിൽ കുതിർത്ത് പിന്നെ അരച്ചെടുത്തിട്ട് കുറുക്കി ഇതുപോലെ തുണിയിൽ അരിച്ചെടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇത്രയും അടിപൊളിയായിട്ടാണോ? അടിപൊളി. ഒന്നും കൂടി മുക്കണം. ഇത്രയും പോരല്ലേ? ഇനിയും വേണോ വടിയായിട്ടിരിക്കാൻ? കഞ്ഞി മുക്കി വടിയാക്കി വെച്ചിരിക്കുന്നു. ഇനി ഇത് പോരാന്നാ പറയുന്നത്. ഇനിയും മുക്കുമോ? അപ്പോൾ ഇത് വെള്ളത്തിൽ നനച്ചിട്ട് വീണ്ടും മുക്കുമോ? ഇതിനകത്ത് മുക്കും. ഓക്കെ, അപ്പം നനയ്ക്കാണ്ട് മുക്കും. തേച്ച് വെച്ചിരുന്ന കേട്ടോ, ഇത്രയും പോരാന്ന് വടി. എൻ്റെ അമ്മേ, ഇത് നല്ല വടിയായത് പോരാ അല്ലേ? ജീവിതത്തിൽ ജസ്റ്റ് ഒന്ന് പൗഡർ ഇടുന്നത് ഈ ഷർട്ട് ഇടുമ്പോൾ മാത്രമേ ഉള്ളൂ. നമ്മൾ കെമിക്കലൊന്നും ഉപയോഗിക്കാറില്ല. നാടൻ ലൈവ് സോപ്പ്, വെളിച്ചെണ്ണ. ഓക്കെ, ഇവനിടുമ്പോൾ മാത്രം ഇവിടെ മാത്രം ഇച്ചിരി കുറച്ച് പൗഡർ ഇടും. അത്രയ്ക്ക് സ്റ്റിഫായിരിക്കും. അതുകൊണ്ട് ഇച്ചിരി പൗഡർ ഇട്ടിട്ട് ഇടുള്ളൂ എന്ന് പറയുന്നത്. പൊട്ടും അല്ലെങ്കിൽ. ഇത് മുക്കാൻ പോണു ആണല്ലേ? ഇത്രയും സ്റ്റിഫാക്കാനാണ് പുള്ളിക്ക് ഇഷ്ടം. ഇത്ര സ്റ്റിഫും വരെ ഇനി അതിനെക്കാട്ടി സ്റ്റിഫാക്കാൻ വേണ്ടി വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചു. കുറച്ച് 18 വർഷമായ ആണോ? കേടാവാണ്ടിരിക്കും അല്ലേ? ഇനി അത് വീണ്ടും മുക്കാൻ പോവാണ്. ഇത് വേറെ, ഇത് ഡ്രൈവർമാർ വരുമ്പോൾ കൂട്ടിയിട്ടോ എന്നാലേ ഗസ്റ്റ് ചില്ലറ വരുള്ളൂ. ഇത് ഈ ടാക്സിയുടെ ഒക്കെ ഡ്രൈവേഴ്സിന് വൈറ്റ് യൂണിഫോം ആണല്ലോ, അവരുടെയാണ് കേട്ടോ. ഇത് വൈറ്റ് ഷർട്ട്. ഇത് കഴുകി വെച്ചിരിക്കുന്നതാണ്. കഴുകി ഉണക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്? ഓക്കെ. അല്ലെങ്കിൽ ഞാൻ അലക്കിയൊക്കെ ഉണക്കി വെച്ചിട്ട്. എത്ര രൂപ മേടിക്കും ഇങ്ങനെ അലക്കി കഞ്ഞി മുക്കി തേച്ച് കൊടുക്കുന്നതിന് ഒരു ഷർട്ടിന്? 3 റേറ്റാണ്. ചില പാവപ്പെട്ട ടീമുണ്ടാവും. ഓക്കെ, അങ്ങനെ അല്ലല്ല, അത് പോട്ടെ, അത് നോക്കണ്ട. ആവറേജ് ആയിട്ട് എത്രയാണ് കൊടുക്കുന്നത്? 70 രൂപ. അത്രേ ഉള്ളൂ. നഷ്ടമാണ്. അതാണ് 100 വാങ്ങിക്കാം. 200 രൂപ മേടിച്ചാൽ നമുക്ക് അത് മുതലാവുള്ളൂ. ആക്ച്വലി അതെ, മിനിമം 100 വാങ്ങി. 70 എന്തോ ചേട്ടായിട്ടിരിക്കുന്ന പാൻറ് ഷർട്ട് അലക്കി ഞങ്ങൾക്ക് ഇപ്പോഴത്തെ 70 രൂപ കിട്ടും. അയ്യോ, ഒരു പണിയില്ല.
ഇത് ആദ്യം ഇലക്കി ഉണക്കി രണ്ടാമത് പശമുക്കി ഉണക്കി വെള്ളം തളിച്ച് കെട്ടി വെച്ച് പിന്നെ വെയിലെത്തിട്ട് പിന്നെ തേച്ച്. ഓ നല്ല ജോലി. അതിന് 70 രൂപ എന്ത് മുതലാണ്? പിന്നെ പണിയുടെ ഒരു സുഖം ആണ്. ശരി, അത് ഇഷ്ടമാണ് ചെയ്തിട്ട് അത് ശീലമാണ്. തുണി അലക്കുന്നതിലും തേക്കുന്നതിലും ഈ തുണി തേക്കുമ്പോൾ ഇങ്ങനെ തേച്ച് വെയിലത്ത് വെക്കുമ്പോഴേ നമുക്ക് മനസ്സുകൊണ്ടൊരു തൃപ്തിയാണ്. അത് ശരി. ഓക്കെ. പിള്ളേർ ഒരാൾ UK-ലും ഒരാൾ ദുബായിലും. എത്ര വയസ്സുണ്ട്? പിള്ളേരൊക്കെ കല്യാണം കഴിച്ച് കൊച്ചുമക്കളുമായി. എനിക്ക് 2 പിള്ളേർ. മൂത്താക്ക് വന്നിട്ട് 25 വയസ്സ് കഴിഞ്ഞു. അവൻ മഹീന്ദ്രയിൽ. ചെറുത് വന്നിട്ട് എയർ കാറ്ററിംഗ് പഠിക്കണം. സയൻസ് ആൻഡ് ടെക്നോളജി. ബിടെക്കിന് 96% മാർക്ക്. നല്ല മിടുക്കനാണല്ലോ പഠിക്കാൻ. പിന്നെ അതിൻ്റെ അകത്ത് മിടുക്കിലും വേറെ ഒരു തൃപ്തി എന്താണെന്നറിയാം, ഈ നേരം വരെ 2 പിള്ളേരുണ്ടായിട്ട് ഒരാളും എന്ന് പറഞ്ഞിട്ടില്ല, മോശം പറഞ്ഞിട്ടില്ല. കിട്ടിയ സാധനം അടിപൊളി പെണ്ണുമ്പോൾ. ഓ കൊള്ളാം, സന്തോഷം. അതല്ലേ ഏറ്റവും പ്രധാനം. അവൾ ആശാ വർക്കറാണ്. സംതൃപ്തമായ കുടുംബജീവിതം, നല്ല ദാമ്പത്യം, പിന്നെ ഇതൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ്. അത് ചെയ്യുന്ന ജോലിയോടുള്ളൊരു തൃപ്തി അല്ലേ, അതുകൊണ്ടാണ് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത്, അല്ലാതെ പൈസ നോക്കിയിട്ടല്ല. പറയുമ്പോൾ തന്നെ ശരീരം കുളിരുണ്ട്. ഇതാണ് നമ്മുടെ ചോറ്. മനസ്സിലായി. ഇത് നമ്മൾ നന്നായിട്ട് ചെയ്താലേ നാളെ നമുക്ക് ജീവിക്കാം. അതെ അതെ, മനസ്സിലായി. ആരും തന്നെന്നും പറഞ്ഞ് അതെ അതെ, ചെയ്യുന്നതോട് ആത്മാർത്ഥമായിട്ട് ചെയ്യണം. പുള്ളിയുടെ ജോലി കണ്ടിന്യൂ ചെയ്യുന്നു. ഇങ്ങനത്തെ ഒരു കാഴ്ച വേറെ എവിടെയും കാണാൻ പറ്റില്ല. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഒരു ഓർഗനൈസ്ഡ് ഏരിയ ഇല്ലല്ലോ അലക്കുന്നതിനും അങ്ങനത്തെ. ഇത് വാഷിംഗ് ഷെഡ്സാണ്. ഇവിടെയാണ് കല്ലൊക്കെ ഉണ്ട് കേട്ടോ, അലക്കുകല്ല്. ഈ അലക്കുകല്ലൊക്കെ ഇപ്പോൾ എവിടെയുണ്ട്, കുറവല്ലേ. ഇതൊരു കോമൺ ഏരിയ. ഇവിടെ എല്ലാം അലക്ക് പരിപാടി നടക്കുന്ന സ്ഥലം. ഇതിപ്പോൾ നല്ല സമ്മർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവർക്ക് ഉണങ്ങി കിട്ടുന്നത്. ഇത് നോക്കിയേ, ഈ ഏരിയ കംപ്ലീറ്റ് തുണി അലക്കി ഉണക്കാനിടുന്ന ഏരിയയാണ്. നിറച്ച ആശയെല്ലാം കിട്ടിയിട്ടുണ്ട്. കൊള്ളാമല്ലേ ഈ പരിപാടി. എന്ത് ഡിഫറെൻ്റ്. ആ സൈഡിലേക്കും ഉണ്ട്. ഇത് ഇത്രയും മാത്രമല്ല, ഇവിടെ ഈ ഒരു ഏരിയ പ്ലസ് ഇത് ആ സൈഡിലേക്കും ഉണ്ട്, കുറേ ഉണ്ട്. ഇതൊക്കെ എന്ത് പെട്ടെന്ന് ഉണങ്ങുന്നു എന്നുണ്ടല്ലോ. ഇതിപ്പോൾ സമ്മറായത്, നമ്മളും അതുപോലെ നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്ത് നടക്കുമ്പോൾ നമ്മളും ഇങ്ങനെ വെയിലേറ്റ് വാടിക്കൊണ്ടിരിക്കുകയാണ്, ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും വാഷിംഗ് ഷെഡ്സാണ്. ഇവിടെ വാഷിങ് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഒരു സ്ഥലത്ത്. അലക്ക് കല്ലിലിട്ട് അടിച്ച് അലക്കി വാഷ് ചെയ്ത് ഒരുപാട് യൂണിഫോംസ്. ഇതിപ്പോൾ AVT കമ്പനിയുടെ യൂണിഫോം, പിന്നെ അതുപോലെ ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവേഴ്സ് യൂണിഫോം, പിന്നെ പോലീസുകാരുടെ യൂണിഫോമും വരുമോ? തേക്കാൻ വരും. അവർ അലക്കിയിട്ട് തേക്കാൻ കൊണ്ടുവരുന്നു. അത് ഇത് ഫുള്ളായിട്ട് കൊടുക്കും. വാഷ് ചെയ്ത് ഉണക്കി സ്റ്റാർച്ച് ചെയ്യേണ്ടത് സ്റ്റാർച്ച് ചെയ്ത് തേച്ച് സെറ്റായി കൊടുക്കും. ഇതിപ്പോൾ ബാക്കിയുള്ളവരൊക്കെ കഴുകി കഴിഞ്ഞോ? ഇന്ന് വേറെ ആരും കാണുന്നില്ല ആണല്ലേ? കുറച്ച് പേർക്ക് രാവിലെയാണല്ലേ? ഈ ചൂടാകുന്നതിന് മുമ്പേ. അത് ശരി, ജോലി തീർക്ക് എന്നിട്ട് വെയിലാകുമ്പോൾ ഉണക്കി എടുക്കുകയും ചെയ്യാമല്ലോ. ഓക്കെ. വിദേശത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ ഇതൊരു കൗതുക കാഴ്ചയാണ്. നമുക്ക് പോലും ഇതൊരു കൗതുക കാഴ്ചയാണ്. കാണാത്തവർക്ക്, നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനൊരു എൻക്ലോഷർ. അതുകൊണ്ടാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഇവിടെ സംസാരിച്ച ചേട്ടന്മാരെല്ലാം തന്നെ വളരെ സംതൃപ്തരാണ്. അവർ ഹാപ്പിയാണ്. ഒരു ഭയങ്കര കോടീശ്വരന്മാരൊന്നുമല്ല, പക്ഷേ നല്ല കുടുംബജീവിതം, അവരുടെ ജീവിതത്തിലൊരു തൃപ്തരാണെന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അവർ ചെയ്യുന്ന ജോലിയോട് അവർക്ക് ഭയങ്കര ഒരു തൃപ്തിയുണ്ട്, സന്തോഷമുണ്ട്. അത് ഭയങ്കര ഒരു ജോബ് സാറ്റിസ്ഫാക്ഷന്. അത് അവർ ഹാപ്പിയായിട്ട് ചെയ്യുന്നു. ആരും നിർബന്ധിച്ചല്ല, അവരൊരു കൊലത്തൊഴിലാണ്. കൃത്യമായി അവരത് എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഏരിയ കംപ്ലീറ്റ് തേക്കാനായിട്ട് ഇട്ടിരിക്കുന്നു. ഇത് സാരി. അടിപൊളിയായിട്ടല്ലേ തേക്കുന്നു. ഇവർ ക്ലിപ്പ് ചെയ്തിട്ടല്ല തൂക്കുന്നത്, അല്ലാണ്ട് ടെക്നിക്ക്. 2 കയറാണ് ഇങ്ങനെ കെട്ടിയിരിക്കുന്നത്, പിരിച്ച് അതിൻ്റെ ഇടയിലേക്കാണ് കയറ്റുന്നത്. ഓക്കെ, അത് രണ്ടിൻ്റെ ഇങ്ങനെ ഇളക്കും, രണ്ടിൻ്റെ ഇടയിലേക്ക്. ഓ, ക്ലിപ്പ്. ഇത് നല്ല പരിപാടിയാണ്. എൻ്റെ ഹൈറ്റിനാക്കി അല്ലേ? ഓക്കെ. ഇതിങ്ങനെ ഇങ്ങനെ ഇതിനിടയിൽ കയറ്റും. അയ്യോ, നല്ല ടൈറ്റാട്ടോ. ആണല്ലേ? ഓക്കെ. ഇങ്ങനെയാണ് അത്ര തന്നെ. അതെ, അത് ക്ലിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ കറക്റ്റായിട്ട് എടുക്കാനും എളുപ്പം. ഓക്കെ, ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് 2 കയർ കെട്ടിയിരിക്കാം, അതിൻ്റെ ഇടയ്ക്കാണ് കയറ്റുന്നത്. കൊള്ളാമല്ലേ? നല്ല ടെക്നിക്ക്. ഇത് തേക്കുന്ന സ്ഥലം അതാണ് ഈ കംപ്ലീറ്റ് ഏരിയ. ഉണ്ട്. വാഷിംഗ് മെഷീനാണ്. അത് ഉപയോഗിക്കാറുണ്ടോ? അത് സ്വന്തമായിട്ട് ഒരാൾക്ക് വേണ്ടി മാത്രമാണോ? പിന്നെ ഇവിടെ ഒരെണ്ണമുണ്ട്, അത് ഞങ്ങളുടെ സമുദായത്തിൽ. അതൊക്കെ എപ്പോഴും എടുക്കുക? ഒരുപാട് ഇല്ല, ചിലവർ അതിലിടും. അലക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ടെടുക്കും. 1 മണിക്കൂറിന്
ഇത്ര രൂപ എന്ന് വെച്ച് സമുദായത്തിൽ അതങ്ങനെ അവര് വേണമെന്നുള്ളവർക്ക്, അതായത് അലക്കാനായിട്ട് ഫിസിക്കലി പറ്റാത്തവരെ 1-2 മെഷീൻസ് ഉണ്ട്, അവർക്ക് അതിൻ്റെ വാടക കൊടുത്തിട്ട് ഒരു മെഷീനിൽ പൈസ കൊടുത്തിട്ട് ചെയ്യണം. ഓക്കെ, അല്ലാത്തവരെല്ലാം കൈകൊണ്ട് തന്നെ ചെയ്യണം. ഇപ്പൊ നമുക്കിപ്പോൾ ലോണ്ടറി കൊണ്ടുവന്നിട്ട് ഒരു പെട്ടെന്ന് വേണം പെട്ടെന്ന് വേണം അലക്കിയിട്ട് നേരെ ഡ്രയറാണ്. നേരെ അരമണിക്കൂർ ഓക്കെ ഓക്കെ, ഇതൊക്കെ ഇപ്പോൾ വന്ന സംവിധാനങ്ങളാണ്, പണ്ട് ഇതൊന്നും ഇല്ലല്ലോ. ആ ഒരു ട്രഡീഷണൽ വേയിൽ അലക്ക കൈകൊണ്ട് തന്നെ മാനുവലായിട്ട് ചെയ്യുന്ന പരിപാടി തന്നെയാണ്. എന്തോ ഉണ്ടായിരുന്നു, അന്നുണ്ടായിരുന്നല്ലേ 78-ലൊക്കെ. ഓക്കെ, ആ സമയത്തുണ്ടാവാം. ഓക്കെ, കുളം മാത്രമേ ഉണ്ടായിരുന്നു. കുളം ഓരോരുത്തർക്കും ഓരോ കുളം, ഒരു എൻക്ലോഷർ പോലെ അതിനകത്ത് വെച്ചിട്ട് അലക്കി എടുത്ത് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഇങ്ങനൊരു സ്ഥലം ഇവിടെ ഫോർട്ട് കൊച്ചിയിലുണ്ട്. ഇതാണ് പണ്ടത്തെ ഇസ്തിരിപ്പെട്ടി. അകത്ത് ചിരട്ടക്കനലാണ് ഇട്ടുകൊണ്ടിരുന്നത് പണ്ടൊക്കെ, ചിരട്ട കത്തിച്ചിട്ടുണ്ടാക്കുന്ന കനൽ. ഇതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് ഇങ്ങനെയായിരുന്നു. യെസ്, ഓർക്കുന്നു. ഇങ്ങനെയാണ് പണ്ട് അവർ ചെയ്തുകൊണ്ട്, നല്ല ഹെവിയാണ്, നല്ല വെയിറ്റ് നിറക്കും, എന്നിട്ട് കത്തിക്കും, മീതിൽ വയ്ക്കും. ഓ യെസ്, എന്നിട്ട് ഇത് അടച്ചിട്ട് ആണി വെച്ചിട്ട് അത് ഫിക്സ് ചെയ്യും. എന്നിട്ട് ഇത് വെച്ചിട്ട് എന്ത് ഹെവി അറിയോ, നല്ല വെയിറ്റാണ്. 8 കിലോ ആണല്ലേ. ഓക്കെ, നോക്കാം, ഞാൻ കാണിച്ചു തരാം. അതെ, എൻ്റെ അമ്മ എന്ത് വെയിറ്റ്, വെയിറ്റ് ലിഫ്റ്റിംഗ് 8 കിലോ ഉണ്ട് ഇത്. അമ്മ അതിനെക്കാട്ടും ഉണ്ട്, നല്ല വെയിറ്റ്. ആണല്ലേ. അമ്മയൊക്കെ ഇതാ തേച്ചുകൊണ്ടിരുന്നത്, പുള്ളിക്കാരൻ്റെ അമ്മയൊക്കെ ഈ ഒരു ഇസ്തിരിപ്പെട്ടി വെച്ചാണ് തേച്ചുകൊണ്ടിരുന്നത്. എൻ്റെ പൊന്നോ, ഇത് തന്നെ ഒരു വലിയ അധ്വാനമാണ്. 85 വയസ്സ് വരെ തേച്ചു അല്ലേ. ഈ കാല് 86, കാല് ഇപ്പോൾ ഒന്ന് ഒടിഞ്ഞത് കൊണ്ട് മാത്രം നിർത്തി റെസ്റ്റ്. അങ്ങനെ അധ്വാനിക്കുന്ന ഒരു ജനവിഭാഗം തന്നെയാണ് ഇവരെല്ലാവരും തന്നെ, ഹാർഡ് വർക്കിംഗ്. ഓക്കെ, പോയിട്ട് വരാം. അപ്പോൾ താങ്ക് യു, ബൈ. അപ്പോൾ ഇവരുടെ ഡോബി ഖാന നമുക്ക് എന്തെങ്കിലും അവർക്കൊരു സന്തോഷം കൊണ്ട് എന്തെങ്കിലും കൊടുക്കണം, അവരുടെ ഒരു കോമൺ വെൽഫെയർ ഒരു ഡൊണേറ്റ് എന്ന് പറഞ്ഞാൽ വെച്ചാൽ വെൽഫെയറിൻ്റെ ഡോബി ഖാന വെൽഫെയർ കമ്മിറ്റി പോലെ ഒരു ഇതുണ്ട്. ആ ഒരു സംഭവം, അതിനകത്തേക്ക് നമ്മളൊരു കോമൺ ഇതാണ്, അതിനകത്ത് പൈസ ഇട്ടാൽ മതി. അപ്പോൾ അതെല്ലാം കൂടെ പൂൾ ചെയ്തിട്ട് ഇവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി അതിൽ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി പോകാം. ഈ കൊച്ചിയിൽ വന്നു കഴിഞ്ഞിട്ട് കൊച്ചി, മട്ടാഞ്ചേരി പരിസരത്തൊക്കെ വരുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ച ഒരു കാര്യം ഇവിടുത്തെ ആളുകളുടെ സ്നേഹമാണ്. ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എന്നെ കാണുമ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട്, വന്ന് പറ്റുന്നവരെല്ലാം വന്ന് സംസാരിക്കുന്നുണ്ട്. എന്ത് സ്നേഹം അറിയാം, ഭയങ്കര ഫ്രണ്ട്ലി പീപ്പിളാണ്. മട്ടാഞ്ചേരി പരിസരത്ത് തന്നെയാണ്. ഇവിടെ ഒരു ഫേമസ് ലസ്സി ഷോപ്പുണ്ട്, ഒരു ഓൾഡ് ഷോപ്പ്, റാവൽ ലസ്സി. ഹലോ, സുഖമായിരിക്കും. ഇതാണ് റാവൽ ലസ്സി ജോയിൻറ്റ്. ഇത് എത്ര വർഷം പഴക്കമുണ്ടാവും? 1981 തുടങ്ങിയത്. ഓക്കെ, ഒരു 35 ഇയേഴ്സ്. ഓക്കെ, 35 വർഷത്തോളം പഴക്കമുണ്ട്. ഇവിടെ കൂടുതൽ പോകുന്നത് സ്പെഷ്യൽ ലസ്സിയാണോ? ഓക്കെ, അതുകൂടാണ്ട് പിന്നെ മാംഗോ ലസ്സി, സ്ട്രോബെറി സീസണല്ലായിരിക്കും അല്ലേ? ഗുൽക്കണ്ട്, മാവ ലസ്സി, ഹെർബൽ ലസ്സി, അങ്ങനെ പല പല ലസ്സീസ് ഉണ്ട്. ഒരു സ്പെഷ്യൽ ലസ്സി തരാം. ഗുഡ് മോർണിംഗ്. ഇതാണ് സ്പെഷ്യൽ ലസ്സി അല്ലേ? സാധാരണ ഡൽഹിയിലൊക്കെ പോകുമ്പോഴാണ്, ഓൾഡ് ഡൽഹി ഭാഗത്തൊക്കെയാണ് ലസ്സി നല്ലത് കഴിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ കൊച്ചിയിൽ വന്നാൽ മതി അടിപൊളി ലസ്സി കുടിക്കാം. ഇല്ല, പ്യുവർ പഞ്ചസാര. അപ്പോൾ കുറച്ചുകൂടി ലൂസാക്കും അല്ലേ? ഓക്കെ, അടിപൊളി. സ്പെഷ്യൽ ലസ്സിൽ വെള്ളം ചേർക്കാണ്ട് തൈര്, പഞ്ചസാര, പിന്നെ ഏലക്ക, ജാതിക്ക. ജാതിക്കാണോ ജാതിക്ക തന്നെ അല്ലേ?
നട്ട്മേക്ക്. ഓക്കെ. ഈ തൈര് നിങ്ങൾ തന്നെ ഉറവിക്കുന്ന തൈരാണോ? നമ്മൾ പാല് PDDP കൗന്ന് പറഞ്ഞ പാലുണ്ട്. അപ്പം അത്രയും തിക്കായിട്ട് കിട്ടും അല്ലേ? നല്ല അടിപൊളി തൈര്. ഇതിപ്പോൾ 90 റുപ്പീസാണോ? 40. ഇത് ചെറിയ ഗ്ലാസ് ആയതുകൊണ്ട് ഇത് 60 റുപ്പീസ് ഉള്ളി. അല്ല ഇത് 40. ഇത് 40 ഉള്ളൂ. സ്ട്രോബെറി, ലസ്സി, മാംഗോ അങ്ങനെയൊക്കെ വരുമ്പോൾ 60 ആണ്. ഇത് 40. അയ്യോ എന്ത് ലാഭം, 40 ഉള്ളൂ. ഇതിങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കും. സ്ട്രോബെറി. ഓക്കെ. സ്ട്രോബെറി, മാംഗോ. ഹാഫ് ലിറ്റർ 1 ലിറ്റർ. ഇതാവുമ്പോൾ നിങ്ങൾ ഇപ്പോൾ 4 ഗ്ലാസ് മേടിക്കുകയാണെങ്കിൽ യു ഹാവ് ടു പേ 3 extra times for the bottle. അതെ. You get the same in 1 bottle. 4 പേർക്കുള്ളത്. എന്ത് വിലയാവും? ഇത് സ്ട്രോബെറി ആണെങ്കിൽ 250, മാംഗോ ആണെങ്കിൽ 250, സ്പെഷ്യൽ ആണെങ്കിൽ 170, സാധാ ആണെങ്കിൽ 130. ഓ വെരി ഗുഡ്. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. അപ്പം എനിക്കിപ്പോൾ സിംഗിള് എടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ കുറേ നേരം ഉണ്ടാവില്ലല്ലോ, കാറിൽ ചൂടല്ലേ, അന്നേരം പാക്ക് ചെയ്ത് വാങ്ങിച്ചിട്ട് പോകാണെങ്കിൽ കുടിക്കാം. To finish that, I'll give you mango lassi to try. I don't think you can finish the whole. I can't. The speciality of this mango is why it is kept on Friday, Saturday, Sundays, because we source these mangoes from Gujarat. ഓ അവിടെ നിന്നാണ് വരുന്നത്? യു ആർ എ ഗുജറാത്തി? Yeah, I am. ഓക്കെ. ഫ്രൈഡേ, സാറ്റർഡേ ആൻഡ് സൺഡേ 3 ദിവസം മാത്രമേ മാംഗോ ലസ്സി ഉള്ളൂ. ഗുജറാത്തിൽ നിന്ന് സോഴ്സ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് അല്ലേ? Mango is കേസർ mango. കേസർ മാംഗോ. ഓ സ്പെഷ്യലാണ്. അപ്പോൾ ദ മഹാരാജ ഓഫ് മാംഗോ ആണ് കേസർ മാംഗോ. മാങ്ങകളിൽ ഏറ്റവും രാജാവാണ് കേസർ മാംഗോ. അത് അവിടുന്ന് ഗുജറാത്തിൽ നിന്ന് വരുത്തിയിട്ട് ചെയ്യുന്നതുകൊണ്ട് ആഴ്ചയിൽ 3 ദിവസമേ ഈ മാംഗോ ലസ്സി ഇവിടെ കിട്ടുള്ളൂ. ഇത് ഗുജറാത്തി ഷോപ്പാണ്, അല്ലെങ്കിൽ ഗുജറാത്തിൽ നിന്ന് വന്ന ആളാണ്. അയ്യോ ഒരു 1/4 എനിക്കിത് കുടിക്കാൻ പറ്റില്ല, കുറച്ച് വയറ് ഫുള്ള്. If you have tried mangoes around Okay, here, okay. you will realize the difference. Difference, okay. എന്ത് ടേസ്റ്റാ! അയ്യോ ഇറ്റ്സ് ടു ഗുഡ്. മാംഗോ ലസ്സി കുടിക്കണം കേട്ടോ. സ്പെഷ്യൽ ലസ്സി കുടിക്കണം, മാംഗോ ലസ്സിയും കുടിക്കണം. പിന്നെ സാധാ ലസ്സി പറഞ്ഞാൽ ഇച്ചിരി വെള്ളം കൂടി ചേർത്ത് കുറച്ചുകൂടി ലൂസ് കൺസിസ്റ്റൻസി. ഓ ഇതിങ്ങനെ കുറച്ച് മോര് പോലെ ഇച്ചിരി കൂടെ ലൂസായിട്ടാണ് ഉള്ളത്. ഇത് ദാഹത്തിനാണ്. ബട്ട് സ്വീറ്റ് ഉള്ളീനോ? അറിയാം. 30 രൂപയേ ഉള്ളൂ ഒരു ഗ്ലാസ്സിന്. സ്പെഷ്യലിന് 40 രൂപ. മാംഗോ ലസ്സിക്ക് 60. അപ്പോൾ ചെറിയ ലാഭം മതി, പക്ഷേ ഒരുപാട് പേർക്ക് കൊടുക്കാൻ പറ്റുന്നു. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ലാഭമാണ് അദ്ദേഹത്തിൻ്റെ ലാഭം. അതുകൊണ്ട് ഒരുപാട് ഭയങ്കര പ്രോഫിറ്റ് മോട്ടിവേറ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ട് റേറ്റ് കൂട്ടിയിട്ട് വിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. വർഷങ്ങളായിട്ട് റാവൽ ലസ്സി ജോയിൻ്റ് അറിയാത്ത ആരുമില്ല. 35 വർഷമായിട്ട് ഇവിടെ ഇങ്ങനെ കട നടത്തുന്നത് ഇത് സെയിലാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ മാർജിനൽ പ്രോഫിറ്റിന് കൂടുതൽ വോളിയം കൊടുക്കുന്നു. അപ്പോൾ ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നു. അടിപൊളി. റാവൽ ലസ്സി ജോയിൻറ്റിൽ നിന്ന് പോകുന്നത്. ഇവിടുത്തെ തിരക്ക് കാണുന്നുണ്ടല്ലോ. ഞാൻ വരുന്ന സമയത്ത് 2-3 പേരായിരുന്നു. ഇപ്പോൾ അത് കൂടിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴും തിരക്കാട്ടോ. ഇപ്പോൾ ഗ്ലീസിയർ ഹോളിഡേയ്സാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും സ്പോൺസർ ചെയ്യുക. അതായത് ഈ വാഹനം, വണ്ടി, ഡ്രൈവർ, എൻ്റെ ഈ കറക്കം കംപ്ലീറ്റ് എൻ്റെ ബ്യൂട്ടിഫുൾ സ്റ്റേ ഇൻ എ 5-star പ്രോപ്പർട്ടി. പിന്നെന്ത് വേണം? ഐ എം വെരി ഹാപ്പി. ഈ ഒരു ട്രിപ്പ് ഗംഭീരമായിട്ട് അടിച്ചു പൊളിക്കുകയാണ് ഗ്ലീസിയർ ഹോളിഡേയ്സിനോടൊപ്പം. ഇപ്പോൾ ജിയോ ടൗണിൽ കൂടിയാണ് നടക്കുന്നത്. അപ്പോൾ ഇതുവഴി നടന്നാൽ നമുക്ക് ആ പോലീസ് മ്യൂസിയത്തിലെത്താം. അവിടെ ഷൂട്ടിംഗ് അലൗഡ് ആണോ എന്നൊന്നും അറിയില്ല. സ്ട്രെയിറ്റ് പോകും, നോക്കാം. ഇതാണ് പോലീസ് മ്യൂസിയം. നോക്കട്ടെ. ഇവിടെ എല്ലാവരും വരുന്ന കേട്ടോ. ടൂറിസ്റ്റുകളൊക്കെ വന്ന് കണ്ടിട്ട് പോകുന്ന സ്ഥലമാണ്. കയറുമ്പോൾ തന്നെ ഒരു പോലീസ് ഇങ്ങനെ സല്യൂട്ട് അടിച്ച് നിൽക്കുന്നത്. പോലീസ് റിയൽ പോലീസ് അല്ല കേട്ടോ, അത് സ്റ്റാച്യു ആണ്. പിന്നെ 2 പീരങ്കികൾ കാണാം. ഇൻ്റർനാഷണൽ ടൂറിസം പോലീസ് സ്റ്റേഷൻ ആൻഡ് പോലീസ് മ്യൂസിയം, കൊച്ചി സിറ്റി. 2010 ഇതിവിടെ സ്റ്റാർട്ട് ചെയ്തത്. പോലീസുകാരുടെ ആ ഒരു ചരിത്രം, അതായത് പോലീസ്മെൻ ഓഫ് ട്രാവൻകൂർ കിങ്സ്, പോലീസ് ബോഡി ഗാർഡ്സ് ഓഫ് ദ കിങ്സ്, അവരുടെ യൂണിഫോം, അവരുടെ ആ കാലത്തെ ഒരു കാര്യങ്ങൾ. 1970 യൂണിഫോം, 1970 അങ്ങനെ SIയുടെ യൂണിഫോം, ഹെഡ് കോൺസ്റ്റബിളുടെ യൂണിഫോം, ആ കാലഘട്ടത്തിൽ അതിങ്ങനെ കാണിച്ചിട്ടുണ്ട്. പഴയ കാലത്തെ ഹാൻഡ് കഫ്സ് ഉണ്ടോ, കൈവിലങ്ങുകൾ,
1939 വിമൻ പോലീസ് കോൺസ്റ്റബിൾ ട്രാവൻകൂർ സ്റ്റേറ്റിൻ്റെ യൂണിഫോം ഇതായിരുന്നു, സ്കേർട്ട് പോലെ. നോക്കിയേ, ഏതാദ്യമായിട്ട് കാണുക. 1939. ഇത് ലേഡീസ് WPC ആ കാലത്ത് ഓൾഡ് യൂണിഫോം. 1970s പാൻസായി, മറ്റേ സ്കേർട്ട് പോലെ ആയിരുന്നു. ഇത് 1970 PC യൂണിഫോം, ഷോർട്ട്സ് ടൈപ്പ്. ഇത് ട്രാവൻകൂർ പോലീസ് ട്രഡീഷണൽ യൂണിഫോം. കാക്കി സാരി. ഓക്കെ, WPC ലേഡി പോലീസുകാർ 1970s വൈറ്റ് ബോർഡർ സാരി കൊടുത്തിട്ടുള്ള പിക്ചേഴ്സ് കാണാം. കാക്കി സാരിയിലുള്ളത് കാണാം. പിന്നെ സെറിമോണിയൽ യൂണിഫോം, ഇതൊക്കെ 1970s ലേഡീസിൻ്റെ കേട്ടോ. ഇങ്ങനെ എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് ഇവിടെ വന്നാൽ കിട്ടും. ഫിംഗർ പ്രിൻറ്റ്സ് ഓൺ ഡിഫറെൻറ്റ് ആർട്ടിക്കിൾസ്, എങ്ങനെയാണ് അവർ ഫിംഗർ പ്രിൻറ്റ്സ് കണ്ടുപിടിക്കുന്നത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ. ഇത് കണ്ടോ, ഫിംഗർ പ്രിൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഇത് കോളർ ബാഡ്ജസ്, ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് തൊട്ട് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിൻ്റെ വരെയുള്ള ബാഡ്ജസും റാങ്ക്സും അറിയുന്ന നക്ഷത്രങ്ങൾ എങ്ങനെയാണ്, അതെങ്ങനെ കണ്ടുപിടിക്കുന്നു, അതെല്ലാം അവരുടെ കോളർ ബാഡ്ജസ്. പിന്നെ ഇത് നോക്കിയേ, ഇത് മാഗ്നറ്റിക് പൗഡർ ഉപയോഗിച്ചിട്ട് ഫിംഗർ പ്രിൻറ്റ്സ് പേപ്പറിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ്. പേപ്പറിലുള്ള ഫിംഗർ പ്രിൻറ്റ്സ് ഇങ്ങനെയാണ് കണ്ടെത്തുന്നത്. ഇതുണ്ടോ, പ്ലേറ്റ്സിലുള്ളത് ഇങ്ങനെ കണ്ടെത്തും. അങ്ങനെ ഫിംഗർ പ്രിൻറ്റ്സ് ഡെവലപ്പിംഗ് പൗഡർ, അതിനെക്കുറിച്ചൊക്കെ കാണിക്കുന്നു. പിന്നെ ഈ സൈഡിലെല്ലാം അത് തന്നെയാണ്, പാറ്റേൺസ്. ഓക്കെ, കണ്ടുപിടിക്കാനുള്ള പാറ്റേൺ വെച്ചിട്ട് അവരെല്ലാം കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ. പിന്നെ കുറേ കാര്യങ്ങൾ ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. വിശദമായിട്ട് വന്ന് കണ്ടാൽ നല്ല രസമാണ്, നല്ല ഇൻഫോർമേറ്റീവാണ്. വെള്ളിക്കോല്, ഷെൽസ്, മൗണ്ടഡ് പോലീസ്, ഇതൊക്കെ വർഷങ്ങൾക്ക് മുന്നുള്ള കഥ. ഡോഗ് സ്ക്വാഡ് ഇൻ യൂണിഫോം വിത്ത് ഡോഗ്. പോലീസ് CIDയുടെ വേഷം നോക്കി, UN ഒഫീഷ്യൽ ഡ്രസ്സ്. ഇത് PC ഇൻ അഡ്വാൻസ് റയട്ടൊക്കെ വരുമ്പോൾ ഉള്ള ഡ്രസ്സ് ഇത്. പിന്നെന്താ, ഇങ്ങനെ പല പല കാര്യങ്ങൾ കാണാം. ഇത് മറ്റേ ബാൻഡിലെ ബ്രാസ് ബാൻഡ് PC സെറിമോണിയൽ ഡ്രസ് വിത്ത് ഇൻസ്ട്രുമെൻറ്റ്, ഇങ്ങനെ വായിക്കില്ലേ, ബ്രാസ് ബാൻഡ് വെച്ച് അതിലുള്ളത്. ഇത് അവരുടെ തന്നെ PC സെറിമോണിയൽ ഡ്രസ്സ് ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ട് ബാൻഡിൻ്റെ പാർട്ടികളാണ് ഇതെല്ലാം. ഈ പോലീസ് മ്യൂസിയത്തിലുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ ഇത് വിശദമായിട്ട് നമുക്ക് വന്ന് കാണാം. ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാനൊന്ന് കാണുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു, അത്രേ ഉള്ളൂ. ഫോറിൻ ടൂറിസ്റ്റുകൾ ആര് വന്നാലും അവരിവിടെ കൊണ്ടുവരും, ഗൈഡ്സ് എല്ലാം കാണിക്കാനായിട്ട്. ഇത് നമ്മുടെ ഒരു എന്താ പറയുക, ഹിസ്റ്ററിയാണ്. അന്ന് തൊട്ടുള്ള പോലീസ് യൂണിഫോം, അതിൻ്റെ കാര്യങ്ങൾ, ഡീറ്റെയിലിംഗ്, പോലീസുകാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെപ്പൺസ്, ഓരോ കാലഘട്ടങ്ങളിലൂടെ മാറി വന്നതിൻ്റെ ചരിത്രം. ഇതൊരു റിയൽ ലൈഫ് സ്റ്റാച്ചു കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒറിജിനലാണെന്നേ തോന്നുള്ളൂ. ഒരാളവിടെ, ഒരു പോലീസ് ഓഫീസർ തന്നെ, ടൂറിസം പോലീസ് ഇങ്ങനെ സല്യൂട്ട് ചെയ്ത് നിൽക്കുന്ന പോലെ തോന്നും. ഇറ്റ്സ് നൈസ്. ഇവിടെ ഇതിപ്പോൾ ഒരു കാശ്മീരി ഷോപ്പാണ് കേട്ടോ. ഇത് നമ്മൾ ജ്യൂസ് ടൗണിലാണ്. ഒരു പ്രാവശ്യം ഇതുവഴി വന്നതാണ്, പക്ഷേ ഈ കടയിൽ കയറിയില്ല. കുറേ ടോപ്സ്, അവർക്ക് കുറേ ഡ്രസ്സൊക്കെ ഉണ്ട്, ജുവല്ലറി എല്ലാം ഉണ്ട്. കുറേ ജുവല്ലറി ഉണ്ട്, നല്ല ഭംഗിയുള്ള. ഇറ്റ് മസ്റ്റ് ബി പ്രിറ്റി എക്സ്പെൻസീവ്, റൈറ്റ്? നോ, ഹൗ അബൌട്ട് this one? 1200. Okay, for me, കുറേ സാധനങ്ങളുണ്ട്. ഓക്കെ, ഞാൻ പണ്ട് ലഡാക്കിൽ പോയപ്പോൾ ഇതുപോലെ ജുവല്ലറി വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കളർ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അത് ഫെയ്ഡായി, ആ സ്റ്റോൺസിൻ്റെ എല്ലാം. വേറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. How much for this? 800. Okay, ഇത് തിരുക്കാണ്. And this again is are all 800? This is 1200. This is 1000. ഇത് 1200. 950. Okay, this is 1000. This is again 1000. 950. Okay. ഇപ്പം ഞാൻ ഉടുത്തിരിക്കുന്ന സാരിക്ക് കറക്റ്റ് മാച്ചാണ്. Yes, this is nice. The color is same. Exactly. This is 800. 950. Oh, എനിക്കാണെങ്കിൽ 900. 900 rupees. I can see you in the video this week. Okay. It's Nice. matching. Yeah, matching with my sari. ഇത് കറക്റ്റ് അങ്ങനെ തന്നെ വന്നു എന്നേ ഉള്ളൂ. ഓക്കെ, സാരിക്ക് മാച്ച് ചെയ്യാം. So where you got this saree? This is from Trivandrum. Okay, not Kashmiri. No, not Kashmiri. ഇതും അതുപോലെ മാച്ചിങ് ആണ്, പക്ഷേ വേറൊരു പാറ്റേൺ അത്രേ ഉള്ളൂ. എനിക്ക് ആൻറ്റിക് ഡിസൈൻ. ദേ ഈ സാരിക്ക് മാച്ചിങ്. എൻ്റെ കൈ വളകൾ കൊണ്ട് നിറയുന്നു. ഓക്കെ, then this is for 1000? 1500. 1500. ഇത് 1500.
High and heavy. Yes. You can wear like this. Yeah, I know. What's the name of your shop? Cottage arts. Cottage Arts. Okay. ഇത് ജൂ ടൗൺ കോട്ടേജ് ആർട്സ് എന്നാണ് ഈ കടയുടെ പേര്. ഇവിടെ ഇങ്ങനെ കുറേ ഷോപ്സ് ഉണ്ട്, പക്ഷേ ഇത് നല്ല കളക്ഷൻ ഇവരുടെ. ഇത് നല്ല ക്യൂട്ടായിരിക്കും ആ മാല. ദാറ്റ് വൺ ഇസ് വെരി നൈസ്. ദാറ്റ് സ്മോൾ വൺ, ദാറ്റ് ബ്ലൂ സ്റ്റോൺ, ഇറ്റ്സ് നൈസ്. Yeah. Just show me that. Okay, nice. What metal is this? White metal? Silver? Pure silver? ഇത് ഓക്കെ, നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ തന്നെ പിങ്ക് സ്റ്റോൺ ഉണ്ട്. ആൻഡ് ഹൗ മച്ച് ഫോർ ദിസ്? 2,600. ഹൗ മച്ച്? 2,600. 2,600. നല്ല ഭംഗിയുള്ള ഒരു മാല കേട്ടോ, നല്ല പെൻറ്റനും ഒക്കെ ആയിട്ട്. അതിൻ്റെ തന്നെ പിങ്ക് ഉണ്ട് വേണമെങ്കിൽ. ഇതെല്ലാം 1,600. ദിസ് ഇസ് 2,000 സംതിങ്, റൈറ്റ്? 2,200. നല്ല ഭംഗിയുള്ളൊരു പീസാണിത്. സ്ട്രിങ്ങിലാണ്, ബാക്കിലൊരു ബ്ലാക്ക് സ്ട്രിങ്. ഓക്കെ ഓക്കെ. ദെൻ ഇതൊക്കെ ഉള്ള നല്ല രസമുണ്ട്. അതിൻ്റെ തന്നെ വേറൊരു ഫോം, സെയിം, ഓൾമോസ്റ്റ് സെയിം. പിന്നെ എനിക്കിഷ്ടമായതൊക്കെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇറ്റ്സ് നൈസ്. അഗെയിൻ ഇവിടെ എല്ലാം നല്ല നല്ല പാറ്റേൺ ഉണ്ട്. നൈസ്, ഇറ്റ്സ് വെരി നൈസ്, ഗുഡ്. Can you just show that one also? That Krishna and yeah, Radha Krishna pendant. ഈ മാലയില ഉണ്ടോ, നല്ല ഭംഗിയില്ലേ? You can try one of maybe. How much for this? With the earrings or without earrings? Without earrings. 2,200. 2,200. ഇതിൻ്റെ ഇയറിംഗ് മാച്ചിങ് ഇയറിംഗ് ആണിത്. അത് 1,200, ഇത് 2,200. ഓക്കെ, യെസ്, താങ്ക് യു. നോ ഇറ്റ്സ് ഓക്കെ. മ്യൂസിയം കൂടിയാണ് അല്ലേ? നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഫസ്റ്റ് മ്യൂസിയം ആണല്ലേ? ഓ, ഇത് നോക്കിയേ, എസെൻഷ്യൽ ഓയിൽ മ്യൂസിയം, ഇന്ത്യസ് ഫസ്റ്റ്. ഓക്കെ, എല്ലാം നാച്ചുറൽ ഓക്കെ ഓക്കെ. ഇത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷോപ്പ്, ഒരു മ്യൂസിയമാണ് കേട്ടോ. ഷോപ്പ് എന്ന് പറയാറില്ല. SPR പെർഫ്യൂം മ്യൂസിയം. ഹിസ്റ്ററി ഓഫ് എസെൻഷ്യൽ ഓയിൽസ് പറഞ്ഞുതരും. ഹിസ്റ്ററി ഓഫ് ഹീലിംഗ് ഓയിൽസ് ഉണ്ട്. ഹിസ്റ്ററി ഓഫ് അറോമ തെറാപ്പി ഉണ്ട്. ഹിസ്റ്ററി ഓഫ് പെർഫ്യൂം, ഹിസ്റ്ററി ഓഫ് ഔദ് ഓയിൽ, അത്തർ, അങ്ങനത്തെ കാര്യം. പിന്നെ ഹിസ്റ്ററി ഓഫ് സോപ്സ്, ഹിസ്റ്ററി ഓഫ് മറ്റേ ഇൻസെൻസ്, അതായത് നമ്മുടെ സാമ്പ്രാണി അങ്ങനത്തെ. ഇത് നോക്കിയാൽ കേരള ഫ്ലവർ ഓയിൽ. അതെന്താ? പിച്ചിപ്പൂവാണ്. പിച്ചിപ്പൂ. എന്താ മണം? പിച്ചിപ്പൂവിന്റെ നല്ല മണം. ശരിക്കും പറഞ്ഞാൽ ഈ ഓയിൽസ് നമുക്ക് ഡിഫ്യൂസറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഓയിൽ. ഓക്കെ, ഇത് എസെൻഷ്യൽ ഓയിലായിട്ടാണ് വരുന്നത് അല്ലേ? നമുക്ക് ഇവിടെ ഉള്ളത് എല്ലാം 100% നാച്ചുറൽ ഓയിൽ, നോൺ ആൽക്കഹോളിക്. പിച്ചിപ്പൂവിൻ്റെ ആണ്. പിന്നെ ഇത് പാലപ്പൂവ്. പാലപ്പൂവിൻ്റെ മണം. ഇതാ മണം, പാലപ്പൂ. ആ പാട്ടിലൊക്കെയാണ് കേൾക്കുന്നത്, പാലപ്പൂവ്. ഇത് കാശ്മീരി ഫ്ലവർ. ഓക്കെ, ആഹാ, ഗംഭീര കേട്ടോ. ഇത് ഡിഫ്യൂസറിൽ യൂസ് ചെയ്യും, കുറച്ച് ഡ്രോപ്പ് ചെയ്ത്. നമുക്ക് ഹെയർ ഫ്രാഗ്രൻസിന് യൂസ് ചെയ്യാം, നമുക്ക് ബാത്ത് വാട്ടറിൽ യൂസ് ചെയ്യാം, ബോഡി മസാജിന് യൂസ് ചെയ്യാം. ഓക്കെ, അതാണ് എസെൻഷ്യൽ ഓയിലായിട്ട്. ഇങ്ങനെ ചെറിയ ബോട്ടിൽ. ഇതൊക്കെ എങ്ങനെയാണ് വില? സ്റ്റാർട്ടിംഗ് പ്രൈസ് 500 ആണ്. 10 ml 500 രൂപ. ഇതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് ചെറിയ ബോട്ടിലിൽ നമുക്ക് വാങ്ങാം. സെയിം പ്രൈസ്. നമുക്ക് ഈ ബോഡി എന്താ പറയുക, ബോഡി തെറാപ്പിക്കെല്ലാം, അറോമ തെറാപ്പി എല്ലാം വരുമ്പോൾ കാരിയർ ഓയിൽസിൽ മിക്സ് ചെയ്തിട്ട്, അപ്പോൾ നല്ല മണമായിരിക്കും. ഓക്കെ, ഇത് ബുൾഗാരിയൻ ആഷ് റോസ്. ഇത് വേറെ മണം. ഓക്കെ, ഇതെങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ബ്ലൂ എസെൻഷ്യൽ ഓയില്, നീലക്കുറിഞ്ഞിയുടെയാ? നീലക്കുറിഞ്ഞിയുടെ മണം ഇതാ. നൈസ്, അടിപൊളി. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നീലക്കുറിഞ്ഞ് മണക്കുന്നത്. പിന്നെ ബേസിൽ ഓയിലുണ്ട്. ഇത് ബർഗമോട്ട്, അതായത് വടകപ്പുളിയുടെ വടകപ്പുളി നാരങ്ങയാണ് മണം. പിന്നെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോന്നിൻ്റെയും. അതായത് ഇത് ഫൈറ്റ്സ് ഇൻഫെക്ഷൻ, ആൻറ്റിബയോട്ടിക് പ്രോപ്പർട്ടി ഉണ്ട്, ആൻറ്റി ബാക്ടീരിയൽ ഉണ്ട്, ഫുൾ കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് കാമിങ് ആണ്, ബേസിൽ ഓയിൽ. റിലാക്സൻ്റ് ഓയിലാണ്. ജാസ്മിൻ ഓയിലൊക്കെ. ഇത് കുടമുല്ല, രണ്ടുമുല്ല. രണ്ടുമുല്ല നല്ല വേണം. ഓ, രക്ഷയില്ലല്ലോ. പിന്നെന്താ, ഹൈസിന്ത്. എനിക്ക് വയ്യ, ഈ എസെൻഷ്യൽ ഓയിലെല്ലാം വേണം. എനിക്ക് തലയ്ക്ക് പിടിച്ചു. പെറുവിയൻ ലില്ലി. നല്ല സന്തോഷം. ഡാഫഡിൽസ്. വാവ്, ആണോ? സ്പ്രിംഗ് ബ്ലോസ്, അതെ, ബ്ലൂമേഴ്സാണിത്. കെമോമിലി ഓയിൽ. ഇത് തലവേദനയ്ക്ക്, സ്പ്രെയിൻസ്, മസിൽ കടച്ചിൽ, ഹെഡ് ഏക്സിനൊക്കെ നല്ലതാണ്. കോഫി ഓയിലോ, റിങ്കിൾസൊക്കെ പോവും.
മാത്രമല്ല ആക്നെയ്ക്കും കൂടെ ആക്നിക്ക് അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ്. ആക്നെ പിന്നെ സെല്ലുലൈറ്റ് റിഡക്ഷൻ. അപ്പോൾ ഇത് എന്തിൻ്റെ കൂടെ മിക്സ് ചെയ്യാം? അത് എന്തെങ്കിലും ഓയിൽസ് കാരിയർ ഓയിൽ എന്തെങ്കിലും ഓയിൽസ് മിക്സ് ചെയ്താൽ മതി. ഇതെന്താ വില? ഇതും അതേ വില തന്നെ. ഇപ്പോൾ ഇത് സ്ട്രോങ് ഒരു സ്മെല്ലാണ് കേട്ടോ, കോഫി ഓയിൽ. പക്ഷേ ഇറ്റ്സ് വെരി നൈസ്. നമുക്ക് നോക്കാം, ഒരു അല്പം മേടിക്കാമല്ലേ. ഓക്കെ, ഇത് എടുത്തോളൂ, കോഫി ഓയിൽ. പിന്നെ ഇതിൻ്റെ എല്ലാ ചരിത്രം, ഹിസ്റ്ററി ഓഫ് പെർഫ്യൂംസ് ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊരു പഠനമാണ് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ. ഓ, വിശാലമായൊരു ഷോറൂം. ഇതിനകത്തേക്ക് നോക്കൂ, സോ ബ്യൂട്ടിഫുൾ. ഇത് കംപ്ലീറ്റ് ഒരു ഓയിൽ മ്യൂസിയം, പെർഫ്യൂം മ്യൂസിയം. ഓക്കെ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങളിവിടെ ഫോർട്ട് കൊച്ചിയിൽ വരികയാണെങ്കിൽ ജ്യൂ ടൗണിൽ വന്നിട്ട് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ ഒരു പെർഫ്യൂമിൻ്റെ മ്യൂസിയം. എല്ലാം വിശദമായിട്ട് പഠിക്കാൻ സാധിക്കും. റോസ്മേരി ഓയിലുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഹെയറിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അതിൽ നമുക്ക് മിക്സ് ചെയ്യാം. ബോഡി സ്കിന്നിന് വേണ്ടിയിട്ട് ചേർക്കാം റോസ്മേരി ഓയിൽ. ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ നല്ലത്. ഓക്കെ, ഇത് എനിക്ക് പറഞ്ഞു തരാനൊന്നും പറ്റില്ല, അത്രയ്ക്ക് ഉണ്ട് ഇവിടെ കളക്ഷൻ. നോക്കി, ഇത് ചുറ്റോട് ചുറ്റും ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. സാഫ്രൺ ഓയിലുണ്ട് കേട്ടോ. നമ്മൾ സാധനം സാഫ്രൺ സ്ട്രാൻസ് ആണല്ലോ കാണുന്നത്, പക്ഷേ ഇത് ഓയിലുണ്ട്. 10 ml 1500 രൂപയാണ്. പക്ഷെ അത് ഭയങ്കര സംഭവമാണ്, എക്സ്പെൻസീവ്. പക്ഷേ ഞാനിപ്പോൾ എന്തായാലും ഒരു കോഫി മാത്രമേ എടുക്കുന്നുള്ളൂ. ഇവർക്കിവിടെ മാനുഫാക്ചറിങ് ഉണ്ട്. ഇവർ വേൾഡ് വൈഡ് എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. കാണുമ്പോൾ അറിയാമല്ലോ ഇവിടുത്തെ ഒരു സംവിധാനങ്ങൾ, എത്രയും സ്ഥലമൊക്കെ. SPR പെർഫ്യൂം മ്യൂസിയം, ജ്യൂ ടൗൺ. വരുമ്പോൾ മറക്കാതെ കയറുക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നല്ല പ്യുവർ സാധനം കിട്ടും. വീണ്ടും മടക്കാൻ തോന്നുന്നു. ഭയങ്കര മണം, ഒരു രക്ഷയില്ല. എന്താ ഫ്ലേവർ, ഗംഭീരം. വാനില ഓയിൽ, ഇതെല്ലാം എസെൻഷ്യൽ ഓയിൽസാണ്. എപ്പോഴും ഇത് കരിയർ ഓയിലിൻ്റെ കൂടെ ഡ്രോപ്സ് മാത്രം ഇട്ടിട്ട് നമ്മൾ മസാജ്, ബോഡി മസാജ്, ഫേസ് മസാജ് അത് നോക്കിയിട്ട് ചെയ്താൽ മതി. ബ്ലൂ ബെൽ എസെൻഷ്യൽ എല്ലാം ഉണ്ട് ഇവിടെ, വിത്ത് പിക്ചർ ആൻഡ് ഡിസ്ക്രിപ്ഷൻ. വാട്ടർ ലില്ലി, വെറ്റിവർ. വെറ്റിവർ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, രാമച്ചത്തിൻ്റെ മണം. വെറ്റിവർ ഓയിൽ അത് വേറെ മണമാണല്ലോ. രാമച്ചം അങ്ങനെ ഭയങ്കര മണമല്ല, അതിൻ്റെ ഗുണമാണ്. വാട്ടർ ലില്ലി, ഇത് കണ്ടോ, അയ്യോ, ലാങ് ഓയിൽ. ഇത് നമ്മുടെ നാട്ടിലുണ്ട്, ചെമ്പകപ്പൂ പോലെ ഒരു സംഭവമാണ്. സ്ട്രോങ്. നമ്മുടെ നാട്ടിൽ ഇത് എന്താ പറയുക, ഇവിടെ ഒരു തരം ചെമ്പകം അല്ലേ, ഇതൊരു ടൈപ്പ് ഓഫ് ചെമ്പകമാണ്, പച്ച ചെമ്പകം. ഓക്കെ, ഞങ്ങളുടെ വീട്ടിനടുത്തൊരു വീട്ടിലുണ്ട്, നല്ല സ്മെല്ലാണ്. അത് തന്നെ. ഓക്കെ. ഇത് നമ്മുടെ ഒരു ഫേമസ് പെർഫ്യൂമാണ്. ഇത് മാമിനുള്ളൊരു കോംപ്ലിമെൻ്റ് ആണ്. ഇത് ഡെയിം ലേഡി, ഇറ്റ്സ് എ വെരി ഫേമസ്. താങ്ക് യു. ഗെയിം ഇവരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ആണോ? ഓക്കെ, നൈസ്, താങ്ക് യു. മാമിന് ഇതിലൊന്നും ഇതാണ് നിങ്ങളുടെ അതെ നമ്മുടെ നമ്മുടെ സ്വന്തം ബ്ലെൻഡ്സും ഇതൊക്കെ എസൻഷ്യൽ ഓയിൽ മാത്രമല്ല ആണല്ലേ, എല്ലാം ഉണ്ട്. നിങ്ങൾ തന്നെ ബ്ലെൻഡ് ചെയ്തും കൊടുക്കുന്നുണ്ട് അല്ലേ? റൊമാൻസ് മസാജ് ഓയിലുണ്ട്, ഗ്ലോ മസാജ് ഓയിലുണ്ട്, അടിപൊളി. എല്ലാത്തിൻ്റെയും സംഗതികളുണ്ട്. മൂഡ് ലിഫ്റ്റിംഗ് മസാജ് ഓയിലുണ്ട്. ഇത് നോക്കൂ, ദ ഫൗണ്ടർ ഓഫ് അറബിക് പെർഫ്യൂം ഇസ് റെക്കോർഡ് 9th centuryയിലാണ് കേട്ടോ ആദ്യത്തെ അറബിക് പെർഫ്യൂം ഉണ്ടായതെന്നാണ് പറയണത്. അനുസരിച്ച് നോക്കൂ, മഴ ചാറി തുടങ്ങി. അയ്യോ, കൊച്ചിയിലെ ചൂട് കൂടിയിട്ടേ ചെറിയ ചാറ്റൽ മഴ. അങ്ങനെ കൊച്ചിയിലെ മഴയും കാണാൻ സാധിക്കുന്നു.